ഓം ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പിതൃകാരകത്വം വഹിക്കുന്ന സൂര്യനെ കുറിച്ചാണ് പഠിച്ചത്. ഇനി പിതാവ് കഴിഞ്ഞാൽ മാതാവ്, രാജാവ് കഴിഞ്ഞാൽ രാജ്ഞി, ചന്ദ്രനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ ബലശാലിയായി ചന്ദ്രൻ നിൽക്കുമ്പോൾ ഉള്ള കാരകത്വം അവസ്ഥ, മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. സ്ത്രീയാണ്, അമ്മയാണ്, മാതൃത്വമാണ്, ദുർഗാദേവതയാണ്. സൂര്യൻ മഹാദേവനെ ചിന്തിക്കുന്നതായിരുന്നു. ഇവിടെ ദുർഗയാണ്. മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകത്വം വഹിക്കുന്നത് ചന്ദ്രനാണ് അഥവാ സോമനാണ്. പെട്ടെന്ന് ഗമിക്കാനുള്ള ഒരു കഴിവുള്ള ഗ്രഹമാണ്. ചന്ദ്രൻ ബലമായിട്ട് നിൽക്കുന്ന ജാതകം ഉള്ളവർ പെട്ടെന്നുള്ള മറുപടി, പെട്ടെന്ന് കാര്യം, പെട്ടെന്ന് കിക്ക് ചെയ്യുക, പെട്ടെന്ന് ഓടുക, നടക്കുക, കാര്യങ്ങൾ ചെയ്യുക, പെട്ടെന്ന് അതുപോലെ തളരുക, ഇങ്ങനെയുള്ള അവസ്ഥകൾ തരണം ചെയ്യുന്നവരാണ്. ഇങ്ങനെയുള്ള രീതി കാണിക്കുന്നവരാണ് ചന്ദ്രൻ ബലവാനായിട്ടുള്ളവർ. കാര്യസാധ്യത്തിന് വേണ്ടി റിക്വസ്റ്റാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഡയറക്റ്റ് അല്ലാത്ത ഇൻഡയറക്റ്റ്, എല്ലാത്തിനും സ്പീഡ്, ഇൻഡയറക്റ്റായിട്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കുക. ഇമോഷണൽ പേഴ്സണാലിറ്റി, ഇമോഷണലായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് അത് നേടിയെടുക്കാനുള്ള ഒരു കഴിവ് ചന്ദ്രൻ ബലവാനായിട്ട് നിൽക്കുന്നവർക്കുള്ളതാണ്. ജലാംശം, രക്തം എന്നിവ ഒക്കെ ചന്ദ്രനാണ്. പൊക്കക്കുറവ്, ഉന്നതമായ നിതംബം, ബ്രീസ്റ്റിൻ്റെ കാരകത്വം, കുട്ടിത്തത്തിൻ്റെ കാരകത്വം, കുട്ടിത്തപരമായിട്ട് കൈകാര്യം ചെയ്യുക, കാണിക്കുക, നന്നായി ഉറങ്ങണം എന്നുള്ള ശീലം, ഹിപ്നോട്ടൈസ് ചെയ്യുന്ന രീതി, ടെലിപ്പതി, അതീന്ദ്രിയമായിട്ടുള്ള കഴിവ്. ഇവർ ചില നേരത്ത് പറയുന്നത് അത് അതേപോലെ നടക്കും. അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി. ചിരിക്കുന്ന പ്രകൃതം, എപ്പോഴും ചിരിക്കുന്ന പ്രകൃതം. ലവായിട്ടുള്ള പേഴ്സണാലിറ്റി, ഒരു ലവ് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മൃദുവായ വാക്കുകൾ, ശുഭദൃഷ്ടികൾ, ശുഭമായിട്ടുള്ള നോട്ടം, അങ്ങനെയൊക്കെയുള്ള ലവ് പേഴ്സണാലിറ്റി ഉണ്ടാക്കുന്ന, ലാഭം നോക്കി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രകൃതം. മാഴ്സ് ഒരു വൈശ്യഗ്രഹം. ചന്ദ്രനോടൊപ്പം പാപഗ്രഹ സാന്നിധ്യമുണ്ടെങ്കിൽ അത് വേറിട്ട ഒരു രീതിയായിരിക്കും. അതുപോലെ ചൊവ്വയുടെ ദൃഷ്ടി ചന്ദ്രന് വീണാൽ ഭയങ്കര ഫ്രീഡത്തോടു കൂടി ഉള്ള കാര്യങ്ങൾക്ക് വിധേയരാവും. അതുപോലെ ഡിസയർ, സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ എടുത്തു ചാടുക, ഇത് ഇൻഡയറക്റ്റായിട്ട് അവതരിപ്പിച്ച് കാര്യം സാധിക്കുക, കുറ്റബോധം തോന്നുക, പിന്നീട് എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക്
വിധേയരാകുന്നവരാണ്. ജലം, കടൽ, നോർത്ത് വെസ്റ്റ് സൈഡ് ഇതൊക്കെ ചന്ദ്രൻ്റെ പ്രതിദാനം ചെയ്യുന്നതാണ്. മറൈൻ ലൈഫ്, ജലസംബന്ധമായ യന്ത്രകാര്യങ്ങൾ, കടൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ജലപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, യാന്ത്രികമായ പ്രവർത്തനങ്ങൾ, തൊഴിലുകൾ, മുത്ത്, പവിഴം, പവിഴപ്പുറ്റ്, കടലിനടിയിലുള്ള വസ്തുക്കൾ, ഇതെല്ലാം ചന്ദ്രൻ്റെ പ്രതിദാനം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ വ്യാഴദൃഷ്ടി ചെയ്യാത്ത ചന്ദ്രൻ മനസ്സ് കൈവിട്ടു പോകുന്ന, മാനസികമായിട്ട് സംഘർഷം ഉണ്ടാക്കുന്ന, മാനസിക നില തെറ്റിയേക്കാവുന്ന രീതിയിൽ പോകുന്നവരാണ് വ്യാഴദൃഷ്ടിയില്ലാത്ത ചന്ദ്രന്. അങ്ങനെയുള്ള ജാതകമാണെങ്കിൽ ചൊവ്വ ശനി ബന്ധം വന്നാൽ ചന്ദ്രന് മനസ്സ് കൈവിട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള ദുരിതപരമായിട്ടുള്ള അവസ്ഥയാണത് ചൊവ്വ ശനി ബന്ധം. ഗർഭധാരണം കഴിഞ്ഞിട്ട് യൂട്രസ്, ഓവറി എന്നിവ പരമായിട്ടുള്ള കാര്യങ്ങൾ, ആർത്തവം എന്നിവയെല്ലാം ചൊവ്വ ചന്ദ്രബന്ധത്താൽ ഉണ്ടാകുന്നതാണ്. ഇൻഡയറക്റ്റായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ കാര്യസാധ്യം നേടിയെടുക്കുന്ന ഒരു പ്രകൃതത്തിന് ഉടമകളാണ് ഇവർ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, കാമം വന്നു കഴിഞ്ഞാൽ കണ്ണ് കാണാത്ത ഒരു പ്രകൃതമാണ്. എന്ന് വച്ചാൽ 10-27 ഭാര്യമാർ ഉള്ളതാണ്. ഓരോ നക്ഷത്ര ദേവതയിലും ഉള്ള ഭാര്യമാർ ഉള്ള ആളാണ് ചന്ദ്രൻ. അതുപോലെ ബൃഹസ്പതി, ഗുരു വീട്ടിൽ നിർത്തി പഠിപ്പിച്ച ആളാണ് ചന്ദ്രൻ. അങ്ങനെയുള്ള ചന്ദ്രൻ ഗുരു ഇല്ലാത്ത സമയത്ത് ഭാര്യയായ താരാദേവിയോട് കാമം തോന്നുകയും അതിലൂടെ ഉണ്ടായ പുത്രനാണ് ബുധൻ. അങ്ങനെ ശാപം കിട്ടിയ ജന്മമാണ്. അതായത് കാമം വന്നാൽ മാതൃത്വമെന്നോ ബന്ധത്തെ തിരിച്ചറിയാത്ത, കണ്ണ് കാണാൻ പറ്റാത്ത, റിലേഷൻഷിപ്പിനെ അറിയാത്ത ഒരു ജന്മമാണ്, പ്രകൃതമാണ് കാണിക്കുന്നത്. ഗുരുവിൻ്റെ ഭാര്യ മാതാവിന് തുല്യമായതാണ്. ആ ഒരു ബോധമില്ലാതെ പ്രവർത്തിക്കും. കാമം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരാണ് എന്താണ് എന്ന് അറിയാത്ത വിചാരം, റിലേഷൻഷിപ്പ്, ചതി, റിലേഷൻഷിപ്പിനകത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പ്രകൃതമാണ്. ചതിയുടെ കാരകത്വം ആണ് ചന്ദ്രൻ. മൃദുവായ വാക്കുകളിലൂടെയും ശുഭമായ ദൃക്കുകളിലൂടെയും ഇൻഡയറക്റ്റായിട്ട് അപേക്ഷിച്ച് കാര്യസാധ്യം നേടിയെടുക്കാനും ഒക്കെയുള്ള കഴിവുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ദുശീലം ചന്ദ്രന് കൈമുതലായുണ്ട്. റെസിഡൻസ്, വീട്, മാതാവിനോട് വാത്സല്യം, ഇമോഷണൽ പ്രകൃതം, ഇതെല്ലാം
ചന്ദ്ര പ്രകൃതങ്ങളാണ്. സ്ത്രീകളാണെങ്കിൽ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെയുള്ള പ്രവണത കാണിക്കുന്നവരാണ്. 4-ൽ ചന്ദ്രൻ നിൽക്കുന്നവരൊക്കെ പ്രത്യേകിച്ച് ഒരു ഡിപ്പെൻഡ് വേണ്ടവരാണ്. അതുപോലെ ഗോസിപ്പിന് വഴിവെക്കുന്നവരാണ്, ആനന്ദം കണ്ടെത്തുന്നവരാണ്, ഉപേക്ഷിക്കുന്ന രീതിയിലുള്ള അടുപ്പത്തിന് വിധേയരാകുന്നതാണ്. 2ഉം 3ഉം പേരുമായിട്ട് അടുപ്പം കൈമുതലായിട്ട് പ്രകൃതം കാണിക്കുന്നവരാണ്. പൊസസീവ്, ജലസി, അത് സ്വന്തം ഹസ്ബൻഡ് ആണെങ്കിൽ പോലും അവരുടെ ജീവനിയിൽ ജലസി കാണിക്കുന്നവരാണ്. പൊസസീവ് ഉള്ളവരാണ്. ഒരിക്കലും ചന്ദ്രന് രാഹു കേതു ബന്ധം വരരുത്. അത് ഏറ്റവും വലിയ നാശത്തിന് ഇടവരുത്തുന്നതാണ്. അങ്ങനൊരു ബന്ധം ജാതകത്തിൽ വന്നാൽ അസാമാന്യമായ ബലശാലി ഉള്ളവരാണ്. ബലശാലി ആണ്. ചന്ദ്രൻ ബലമായിട്ടുള്ളവർ അസാമാന്യ കഴിവുള്ളവരാണ്. മാനിൻ്റെ പ്രകൃതിയാണ്. മാനിനെ പോലെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുവാനും അതുപോലെ തന്നെ ഓടിത്തളരുകയും ചെയ്യുന്ന ഒരു പ്രകൃതമാണ്. പെട്ടെന്ന് കാര്യം സാധിക്കുക, കിക്ക്, പെട്ടെന്ന് എല്ലാം നടപ്പിലാക്കുക, അതുപോലെ തളരുക. അതുപോലെ തന്നെ മാനിനെ പോലെ വൃദ്ധിക്ഷയം സംഭവിക്കും, ഓടും തളരും. അതുപോലെ തന്നെ ഓരോ ദിവസം കഴിയും തോറും ക്ഷയിച്ച് അമാവാസിയിലെ ചന്ദ്രനെ പോലെയാകും. ആ ശാപം കിട്ടിയ പോലെ, ഗുരുവിൻ്റെ പത്നിയെ കാമത്താൽ കീഴ്പ്പെടുത്തിയതിന് ശാപം കിട്ടിയ പോലെ ജെന്റിലാണ്, മാനാണ്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, ഇമോഷണൽ ബോണ്ടിങ്, ലാഭം പ്രതീക്ഷിച്ച ബന്ധം. ലാഭത്തിനു വേണ്ടിയാണ് ബന്ധങ്ങൾ, ലാഭം പ്രതീക്ഷിച്ചുള്ള ബന്ധങ്ങളാണ്. സാത്വികനാണെങ്കിലും റിലേഷൻഷിപ്പിൽ ചതിയനാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾക്ക് ചന്ദ്രൻ ഉപകാരപ്രദമാണ്. വൃദ്ധിക്ഷയത്തിനനുസരിച്ച്, വർഷബലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച്, അമാവാസി, ശുക്ലപക്ഷം ഇതേപോലെയുള്ള മാറ്റത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന പ്രകൃതമാണ്, ഏറ്റക്കുറച്ചിലുണ്ടാക്കുന്ന പ്രകൃതമാണ് ചന്ദ്രൻ്റെ. ഇതാണ് ചന്ദ്രനെക്കുറിച്ചുള്ള സാമാന്യ വിവരം. പെട്ടെന്ന് ക്വിക്ക് ആവുക, പെട്ടെന്ന് നടക്കുക, ചിരിക്കുക, ഓടുക, പെട്ടെന്ന് ഒഴിവാക്കുക ആരെയും, പെട്ടെന്ന് എല്ലാവരോടും അടുക്കുക, അതുകൊണ്ടൊക്കെ തന്നെ ഗ്രഹിക്കുക, ഒഴിവാക്കപ്പെടേണ്ടവരെ ഒഴിവാക്കി വിടുക, 2 or 3 റിലേഷൻസ് ഉണ്ടാവുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇമോഷണലായിട്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കുക. ഇതെല്ലാം പൊതുവെയുള്ള ഒരു പ്രകൃതമാണ് ഇവരുടെ. റിലേഷൻഷിപ്പാണ് മോശം അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. ചതിയുടെ കാരകത്വം അത് പ്രത്യേക ഒരു കഥാരൂപത്തിൽ തന്നെയാണ് ബൃഹസ്പതിയുടെ ഭാര്യയായ താരയുടെ
ബന്ധത്തിലൂടെ കാണിക്കുന്നത്. അതാണ് ചന്ദ്രന് ശാപം കിട്ടി ഓരോ ദിവസം കഴിയും തോറും തേങ്ങാപ്പൂള് പോലെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന് പിന്നെ ക്ഷയിച്ചു വരുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്നതും പിന്നെ പൂർണ്ണനാകുന്നതും വീണ്ടും അതുപോലെ ക്ഷയിക്കുന്നതും അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് കാരണമായതും. അങ്ങനെ മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.